ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അറിവ് കൂടുന്തോറും ദൈവത്തിൽ നിന്നുള്ള അകലവും കൂടും. ലോകകാര്യങ്ങളില് നമ്മൾ കുറച്ച് അറിവ് ആർജിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരാളാണ് ഞാനെന്ന് മറ്റുള്ളവരെ ബോധിപ്പിച്ചില്ലെങ്കിൽ എന്തോ ഒരു കുറവുള്ളത് ഈ നാളുകളിൽ കുട്ടികൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് തൻ്റെ അറിവ് വർദ്ധിക്കുന്തോറും പരമമായ അറിവായ ദൈവത്തിലേക്ക് വളരുകയും ഏറ്റവും ഒടുവിൽ വിശുദ്ധ പൗലോസ്ലിയെ പോലെ സകലതും ഉച്ഛിഷ്ടം പോലെ കരുതി ദൈവത്തിനു വേണ്ടി അവയെല്ലാം ത്യജിക്കുകയും ചെയ്ത ഒരു വിശുദ്ധയെ നമ്മൾ പരിചയപ്പെടുന്നത്. അതെ, വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിൻ അഥവാ കുരിശിന്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ. വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിൻ 1891 ഒക്ടോബർ 12 പോളണ്ടിലെ ബ്രെസ്ലാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് സീഗ് ഫ്രീഡ് സ്റ്റെയിനും അതുപോലെ തന്നെ അഗസ്ത കുറാന്തെ എന്ന് പറയുന്ന സ്ത്രീയുമായിരുന്നു. ഇവരുടെ 11 മക്കളിലെ ഏറ്റവും ഇളയ പുത്രിയായിട്ടാണ് വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിൻ ജനിക്കുന്നത്. ബാല്യകാലത്തിലുള്ള കുട്ടികളുടെ മരണങ്ങൾ സർവ്വസാധാരണമായിരുന്ന ആ കാലഘട്ടത്തിൽ ഇവരുടെ കുടുംബത്തിലെ 4 മക്കള് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോവുകയാണ്. യഹൂദ കുടുംബത്തിലാണ് ഈഡിത്ത് പിറന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യഹൂദർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ തിരുനാളുകളിൽ ഒന്നായിട്ട് അവർ കരുതിയിരുന്ന യോം കിപ്പൂർ എന്ന് പറയുന്ന ഒരു തിരുനാൾ ദിനത്തിലാണ് ഈഡിത്തിന്റെ ജനനം. അന്ന് മുതൽ ഈഡിത്തിന്റെ അമ്മ ഇവൾക്ക് എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ എന്തോ ഒരു വലിയൊരു ടാസ്ക് ദൈവം ഇവളെ ഏൽപ്പിച്ചതായിട്ട് കരുതി പോരുകയാണ്. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, 2ാമത്തെ വയസ്സിൽ തന്നെ ഈ ഈഡിത്തിന്റെ അപ്പൻ സൂര്യാഘാതം വന്ന് മരിക്കുകയാണ്. കുടുംബത്തിലെ 7 മക്കളെയും സ്വന്തം ഭർത്താവ് ഏറ്റെടുത്ത് നടത്തിയിരുന്ന തടി വ്യാപാരത്തെയും ഏറ്റെടുത്ത് ഈഡിത്തിന്റെ അമ്മയായ അഗസ്ത കുറാന്തെ വളരെ ഭംഗിയായിട്ട് ആ കുടുംബം മുന്നോട്ട് നയിക്കുകയാണ്. അഗസ്തയ്ക്ക് ഒരു കാര്യത്തില് വളരെ കർശനമായിട്ടുള്ള ചിട്ടയുണ്ടായിരുന്നു. അതായത് മക്കളെല്ലാവരും ദൈവഭക്തിയിൽ വളർന്നു വരണം. സാമാന്യം നല്ല ബുദ്ധിശക്തിയുള്ള തൻ്റെ എല്ലാ മക്കളും തന്നെ പോലെ തന്നെ യഹൂദ പാരമ്പര്യത്തിലും സിനഗോഗിലെ മറ്റ് പ്രാർത്ഥന അനുഷ്ഠാനങ്ങളിലുമെല്ലാം ചിട്ടയായിട്ട് വളർന്നു വരണം എന്നുള്ള വലിയൊരു ബോധ്യം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ നല്ല ബുദ്ധിശക്തിയുള്ള സാമാന്യം പൊതു കാര്യങ്ങളിൽ അറിവുള്ള ഒരു കുട്ടിയായിട്ട് ഈഡിത്ത് സ്റ്റെയിൻ വളർന്നു വരികയാണ്. അവരുടെ യഹൂദരായിരുന്ന അവരുടെ ബന്ധുമിത്രാദികൾ ഒരുമിച്ച് കൂടുന്ന ഇവരുടെ ബർത്ത്ഡേ ഫങ്ഷൻസ് പോലെയുള്ള കാര്യങ്ങളിൽ കളികളെല്ലാം കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ അവർ ക്വിസ് മത്സരം നടത്തുക പതിവായിരുന്നു. ക്വിസ് മത്സരങ്ങളിലെല്ലാം വളരെ ആർജവത്വത്തോടു കൂടിയിട്ട് ഉത്തരം പറഞ്ഞിരുന്ന ഈഡിത്ത് സ്റ്റെയിൻ ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരുന്നുവെന്ന് അവരുടെ ജീവചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്. തൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടം ഈഡിത്ത് ആരംഭിക്കുകയാണ്. സ്കൂളിൽ ചേർന്ന ഈഡിത്തിന് ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളെക്കാളും ഭംഗിയായിട്ട് അവൾ പഠിക്കുന്നുണ്ട്. കണക്ക് ഒഴിച്ചുള്ള ബാക്കി എല്ലാ വിഷയങ്ങളിലും വളരെ പ്രാവീണ്യം അവൾ തെളിയിക്കുന്നുമുണ്ട്. ഇങ്ങനെ 15ാമത്തെ വയസ്സിൽ തൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടം ഈഡിത്ത് പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം സ്കൂളിലെ എല്ലാവരും ടീച്ചർമാരും കുട്ടികളും ഒന്നടങ്കം കരുതിയിരുന്നത് ഈഡിത്ത് ഇപ്പൊ തന്നെ ഉടനെ ഒരു ഉപരിപഠനം തിരഞ്ഞെടുക്കുമെന്നുള്ളതായിരുന്നു. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈഡിത്ത് ഒരു 6 മാസം ബ്രേക്ക് എടുക്കുകയാണ്. 6 മാസത്തിന് ശേഷം ഈഡിത്ത് വളരെ ഫ്രഷ് ആയിട്ട് തൻ്റെ ഉപരിപഠനം തുടങ്ങുകയാണ്. ഉപരിപഠനത്തിനായിട്ട് ഈഡിത്ത് സ്റ്റെയിൻ തിരഞ്ഞെടുത്ത വിഷയം ഫിലോസഫി ആയിരുന്നു. അമ്മയ്ക്ക് മകള് ഫിലോസഫി പഠിക്കാനായിട്ട് പോകുമ്പോൾ ഒരു ടെൻഷനാണ്. കാരണം ദൈവത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും ഒരു പരിധി വരെ ആളുകളെയൊക്കെ മാറ്റി നിർത്തുന്ന പഠനശാഖയാണ് ഈ ഫിലോസഫി എന്ന് അമ്മ കേട്ടിട്ടുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ ഈഡിത്ത് പഠിച്ചിരുന്ന ഒരു ശാഖ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു ശാഖയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോജിക്കൽ പോസിറ്റിവിസത്തില് ദൈവത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, മനുഷ്യന്റെ ആത്മാവിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, അനശ്വര മൂല്യങ്ങൾക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല. കുറച്ച് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈഡിത്തിന് തന്നെ ഒരു മടുപ്പ് തോന്നുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് കാര്യമായിട്ടുള്ള ഒരു അടിത്തറ ഇല്ല എന്ന് ഈഡിത്ത് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് പ്രസിദ്ധനായ ഫിലോസഫറായ എഡ്മണ്ട് ഹുസൈലിന്റെ ഒരു ബുക്ക് ഈഡിത്ത് വായിക്കുന്നത്. അങ്ങനെ ഈ ഹുസൈലിന്റെ കീഴിൽ ഫിലോസഫി പഠനം നടത്താനായിട്ട് ഈഡിത്ത് ആഗ്രഹിക്കുകയാണ്.
അങ്ങനെ എഡ്മണ്ട് ഹുസൈലിന്റെ കീഴിൽ ഫിലോസഫി പഠിക്കാനായിട്ട് ഗോട്ടിമാം യൂണിവേഴ്സിറ്റിയിലേക്ക് ഈഡിത്ത് സ്റ്റെയിൻ മാറി താമസിക്കുകയാണ്. പ്രസിദ്ധനായ എഡ്മണ്ട് ഹുസൈലിന്റെ കീഴിൽ മനോഹരമായിട്ടുള്ള ഫെനമെനോളജി എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ ഒരു ശാഖ പഠിച്ചു വരുന്ന സമയം ലോകത്തിലെ ഒന്നാം ലോകമഹായുദ്ധം വരുന്നത്. ഒന്നാം ലോകമഹായുദ്ധം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാവരും, പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളും തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകരും എല്ലാവരും താന്താങ്ങളുടെ നാട്ടിലേക്ക് തിരികെ പോവുകയാണ്. താന്താങ്ങളുടെ രാജ്യത്തെ ഈ യുദ്ധത്തിൽ എങ്ങനെയെങ്കിലും തങ്ങളാലാവും വിധം സഹായിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഇവരെല്ലാവരും തങ്ങളുടെ നാട്ടിലേക്ക് തിരികെ പോകുന്നത്. ഈഡിത്ത് സ്റ്റെയിനും തൻ്റെ നാട്ടിലേക്ക് തിരികെ വരുന്നു, പോളണ്ടിലേക്ക് തിരികെ വരുന്നു. റെഡ് ക്രോസിലാണ് ഇദ്ദേഹത്തിന് ഒരു ചെറിയൊരു നിയമനം ലഭിക്കുന്നത്. കുറച്ചു നാളത്തെ പരിശീലനത്തിന് ശേഷം യുദ്ധത്തിൽ പരിക്കേറ്റവരെയും സാംക്രമിക രോഗങ്ങൾ ബാധിച്ചവരെയും ശുശ്രൂഷിക്കുക എന്നുള്ളൊരു കടമ ഈഡിത്തിനെ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ഏകദേശം 6 മാസത്തോളം ഈഡിത്ത് അവിടെ ശുശ്രൂഷ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റിയിലേക്ക് ഇവരെല്ലാവരും തിരികെ വരുന്നു. ആ സമയത്താണ് ഈഡിത്തിന്റെ പ്രൊഫസറായിട്ടുള്ള എഡ്മണ്ട് ഹുസൈലിന് ഫ്രൈബുർഗ് യൂണിവേഴ്സിറ്റിയിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നു. ഒരു പ്രൊമോഷൻ ആയിരുന്നു അത്. ഈ എഡ്മണ്ട് ഹുസൈൽ എന്ത് ചെയ്യും? എഡ്മണ്ട് ഹുസൈൽ തൻ്റെ അസിസ്റ്റന്റായിട്ട് ഈഡിത്തിനെ കൂടെ ക്ഷണിക്കുകയാണ്. ഈഡിത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഹുസൈല് ചെറുതായിട്ട് നോട്ട് ചെയ്യുന്ന എല്ലാ ചിന്താശകലങ്ങളും ഒരുമിച്ച് ചേർത്ത് ഹുസൈലിന്റെ പേരിൽ ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഈഡിത്തിനെ സഹായിക്കാനായിട്ട് പ്രസിദ്ധനായിട്ടുള്ള ഫിലോസഫറായിട്ടുള്ള മാർട്ടിൻ ഹൈഡഗറും കൂടി എത്തുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഈഡിത്തിന് ഈ ജോലി മടുക്കുകയാണ്. കാരണം ജോലിഭാരവും ഉത്കണ്ഠയും ഹുസൈലിന്റെ പെരുമാറ്റവുമെല്ലാം ഈഡിത്തിന് ഈ ജോലി മടുക്കാനായിട്ട് കാരണമായെന്ന് ഈഡിത്തിന്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ആ ഇടയ്ക്കാണ് ഈഡിത്തിന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്ക് വഴിതെളിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത്. ഫ്രൈബുർഗിൽ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അവിടെ അടുത്തുള്ള മാർട്ടിൻ ദമ്പതികളെ ഈഡിത്ത് സന്ദർശിക്കുക പതിവായിരുന്നു. മാർട്ടിന്റെ കുടുംബത്തെ സന്ദർശിക്കുമ്പോഴെല്ലാം അവരോടൊപ്പം ദിവസങ്ങളോ ചിലപ്പോൾ ആഴ്ചകളോ ചെലവഴിക്കുക പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈഡിത്ത് ഇവരുടെ വീട്ടിൽ പോവുകയാണ്. അന്ന് രാത്രിയാവുമ്പോൾ ഈ മാർട്ടിനും ഭാര്യയ്ക്കും പുറത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അവർ ആ ഫംഗ്ഷനായിട്ട് പുറപ്പെടുമ്പോൾ മാർട്ടിന്റെ ഭാര്യ ഈഡിത്തിനെയും കൊണ്ട് തങ്ങളുടെ പുസ്തക ശേഖരത്തിലേക്ക് പോവുകയാണ്. ഈഡിത്ത് പുസ്തക വായന വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണെന്ന് മാർട്ടിന്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു. വളരെ സന്തോഷത്തോടെ ഈഡിത്ത് അവിടെ പുസ്തകങ്ങൾ ഇങ്ങനെ നോക്കുന്നതിനിടയിൽ ഒരു തടിച്ച ഒരു പുസ്തകം ഈഡിത്തിന്റെ കണ്ണിൽ പെടുകയാണ്. ഈഡിത്ത് നോക്കുമ്പോൾ അത് വിശുദ്ധ അമ്മത്രേസ്യയുടെ, ആവുലായിലെ വിശുദ്ധ അമ്മത്രേസ്യയുടെ ജീവചരിത്രമായിരുന്നു. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈഡിത്ത് ആ പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങുകയാണ്. 1-ാമത്തെ പേജ് വായിച്ചു തുടങ്ങുമ്പോൾ ഈഡിത്തിലേക്ക് എന്തോ ഒരു വലിയൊരു പ്രചോദനം വരികയാണ്. അടുത്ത പേജ് കൂടി വായിക്കണം. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഈഡിത്ത് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ട് ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കുകയാണ്. രാത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ യാമങ്ങളിലാവുമ്പോഴേക്കും ഈ പുസ്തകം വായിച്ചു തീർക്കുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ പേജും കൂടി വായിച്ചു തീർത്തിട്ട് ഈഡിത്ത് ഉറക്കെ പറയുകയാണ്, ഇതാണ് സത്യം. താൻ ഫിലോസഫിയുടെ ഒരു ലോകത്ത് അലഞ്ഞു നടന്നിരുന്ന ഒരു സത്യം കണ്ടെത്താനായിട്ടാണ് ഫിലോസഫി പഠിച്ചു തുടങ്ങിയത്. പക്ഷെ ഫിലോസഫിയുടെ പല ശാഖകളിൽ പഠിച്ചു കഴിഞ്ഞിട്ടും ഇത്തരം ഒരു മനോഹരമായിട്ടുള്ള സത്യം കണ്ടെത്താനായിട്ട് ഈഡിത്തിന് കഴിഞ്ഞിട്ടില്ല. അമ്മത്രേസ്യയുടെ പുസ്തകം മുഴുവൻ വായിച്ചു തീർത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈഡിത്ത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഇതാണ് സത്യം, ഇതാണ് ഞാൻ ഇത്ര നാളും തിരഞ്ഞുകൊണ്ടിരുന്ന സത്യമെന്ന് ഈഡിത്ത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് കടയിലേക്ക് പോയിട്ട് ഒരു നമസ്കാര പുസ്തകവും ഒരു പ്രാർത്ഥനാ പുസ്തകവും വാങ്ങിയിട്ട് ഈഡിത്ത് ക്രിസ്ത്യൻ നമസ്കാരങ്ങളും ക്രിസ്ത്യൻ പ്രാർത്ഥനകളും പഠിച്ചു തുടങ്ങുകയാണ്. ഈഡിത്ത് നല്ല ബുദ്ധിശാലിയായിരുന്നത് കൊണ്ട് തന്നെ അതെല്ലാം സ്വായത്തമാക്കാനായിട്ട് അതേ സമയമൊന്നും വേണ്ടി വന്നില്ല. ഇതെല്ലാം മണിക്കൂറുകൾക്കകം പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെയുള്ള വികാരിച്ചനായിട്ടുള്ള ഫാദർ ബ്രൈറ്റ്ലിങ്ങിനെ ചെന്ന് കാണുകയാണ്. ഫാദർ ബ്രൈറ്റ്ലിങ് ഈഡിത്ത് ചെല്ലുന്ന സമയത്ത് അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈഡിത്ത് ആ വിശുദ്ധ കുർബാനയിൽ മുഴുവൻ പങ്കെടുക്കും. കാരണം അതുവരെ ഈഡിത്ത് വിശുദ്ധ കുർബാന കണ്ടിട്ട് പോലുമില്ല. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന കാണുമ്പോൾ തന്നെ ഈഡിത്തിന്റെ ഈ പഠനം കാരണം എല്ലാ കാര്യങ്ങളും ഈഡിത്ത് മനസ്സിലാക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ ബ്രൈറ്റ്ലിംഗ് എന്ന് പറയുന്ന ഫാദറിനോട് പറയുകയാണ്, ഫാദർ എനിക്ക് മാമോദിസ സ്വീകരിക്കണം, എനിക്ക് എത്രയും പെട്ടെന്ന് മാമോദിസ സ്വീകരിക്കണം. അപ്പൊ ഈ വികാരിച്ചൻ പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നീ പഠിക്കണം,
അപ്പൊ ഈഡിത്ത് പറയുകയാണ്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും പരിശീലനം നേടിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ചോദിക്കും, ആരാണ് നിന്നെ പഠിപ്പിച്ചത്? അപ്പൊ ഈഡിത്ത് പറയുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചതാണ് അച്ഛാ. അച്ഛന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ പഠിച്ചു എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അച്ഛൻ എൻ്റെ അടുത്ത് ഏത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ ഉത്തരം പറയാമെന്ന് പറയുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭാഷണം അവിടെ ആരംഭിക്കുകയായിരുന്നു. വിശ്വാസത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും സഭാ പഠനങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ വൈദികൻ ഈഡിത്തിനോട് ചോദിക്കും. ഈഡിത്ത് വളരെ മനോഹരമായിട്ട് അവയ്ക്കെല്ലാത്തിനും ഉത്തരം നൽകുകയും ചെയ്യും. അങ്ങനെ ഈ സംഭാഷണത്തിനൊടുവിൽ ഇവർ തീരുമാനിക്കുകയാണ്, അടുത്ത വർഷം ന്യൂ ഇയർ ദിനത്തിൽ നിനക്ക് മാമോദീസ നൽകാം. അങ്ങനെ 1922 ജനുവരി 1-ാം തീയതി ഈഡിത്ത് സ്റ്റെയിൻ എന്ന് പറയുന്ന യഹൂദ വനിത ക്രിസ്ത്യാനിയായിട്ട് മാറ്റപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. താൻ ക്രിസ്ത്യാനിയായ വിവരം വീട്ടുകാരെ എങ്ങനെയും പറഞ്ഞ് ബോധിപ്പിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ഒരു വെല്ലുവിളി. കാരണം അന്നത്തെ കാലഘട്ടത്തില് യഹൂദമതം എന്ന് പറഞ്ഞാൽ താരതമ്യേന നല്ലൊരു സുപ്പീരിയർ ആയിട്ടുള്ളൊരു മതമായിരുന്നു. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് അത്ര സൂപ്പർ ആയിട്ടൊരു മതമായിട്ടല്ല അവർ കരുതിയിരുന്നത്. അല്ലെങ്കിൽ യഹൂദമതത്തിനേക്കാളും താഴ്ന്ന ഒരു മതമായിട്ട് മാത്രമേ അവർ കരുതിയിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ദിവസം അമ്മയെ കാണാനായിട്ട് ഇട വന്നപ്പോൾ അമ്മയോട് ഈഡിത്ത് പറയുകയാണ്, അമ്മേ, ഞാൻ ക്രിസ്തു മതത്തിൽ ചേർന്നു, ഞാൻ മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായിട്ട് തീർന്നു എന്ന് പറയുകയാണ്. വളരെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും കണ്ണ് നിറയാത്ത അമ്മയുടെ കണ്ണുകൾ അന്ന് നിറഞ്ഞൊഴുകുന്നത് ഈഡിത്ത് കണ്ടു എന്ന് ജീവചരിത്രകാരൻ എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം അമ്മയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല അത്. മാമോദീസയ്ക്ക് ശേഷം പ്രകടമായ മാറ്റം ഈഡിത്തിന്റെ ജീവിതത്തിൽ വന്നു തുടങ്ങി. എന്ന് പറഞ്ഞാൽ മാമോദീസ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ മഠത്തിൽ ചേരാനായിട്ട് അവൾ ആഗ്രഹിക്കുകയാണ്. കർമ്മല മഠത്തിൽ ചേരണമെന്ന് വളരെ ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ്. ഈ കാര്യം സ്പിരിച്വൽ ഫാദറിനോട് പറയുമ്പോൾ സ്പിരിച്വൽ ഫാദർ പറയുന്നുണ്ട്, നീ ഇപ്പോൾ മഠത്തിൽ ചേരണ്ട, വെയിറ്റ് ചെയ്യ്, കുറച്ച് നാള് നീ അൽമായയായിട്ട് തന്നെ അൽമായ ശുശ്രൂഷകൾ നീ പൂർത്തിയാക്കാനായിട്ട് പറയുകയാണ്. സ്പിരിച്വൽ ഫാദർ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ 2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, തൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിലെ ഇത്രയും കൂടി ഈഡിത്തൊന്ന് ആഴപ്പെടണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മാമോദീസ സ്വീകരിച്ചിട്ടേ ഉള്ളൂ, ആ പെട്ടെന്നുള്ള തീക്ഷ്ണതയാൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരു പക്ഷേ ഒരു അബദ്ധങ്ങളെല്ലാം വന്നു ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അത് കാരണം ആ അമിതമായിട്ടുള്ളൊരു ആവേശം ഇത്തിരി ഒന്ന് കെട്ടടങ്ങാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പറയുകയാണ്, കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം സ്പെയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ സ്കൂളിലേക്ക് അവിടെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കാനായിട്ട് ഈഡിത്തിനെ അയക്കുകയാണ്. ഈഡിത്ത് സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു വനിത അത്രയും കാലഘട്ടം കൊണ്ട് തന്നെ അത്യാവശ്യം മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം അദ്ദേഹത്തെ പഠിപ്പിച്ച ഈഡിത്തിനെ പഠിപ്പിച്ച എഡ്മണ്ട് ഹുസൈലിന്റെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്രമാത്രം വാല്യൂ ഉള്ള ഒരു വ്യക്തിയായിട്ട് അന്നാളുകളിൽ ഈഡിത്ത് മാറിയിരുന്നു. സ്പെയർ എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളിലേക്ക് ജർമ്മൻ ഭാഷ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഒരുപാട് പേര് ഈഡിത്തിനെ കാണാനും അതുപോലെ തന്നെ അവിടെയും ഇവിടെയുമുള്ള കുറേ സെമിനാറുകളിലൊക്കെ ഈഡിത്തിനെ കൊണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനും പ്രസംഗം പറയിപ്പിക്കാനുമായിട്ട് ഈഡിത്തിനെ വിളിക്കുക പതിവായി. അങ്ങനെ തിരക്ക് മൂലം ഏറ്റവും ഒടുവിൽ സ്കൂളിലെ ജോലി പോലും വേണ്ട എന്ന് വയ്ക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഈഡിത്ത് സ്റ്റെയിൻ. ഫിലോസഫിയിലുള്ള തൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് വീണ്ടും ജർമ്മനിയിലേക്ക് ഈഡിത്ത് വരികയാണ്. ജർമ്മനിയിൽ വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി അന്വേഷിക്കുന്നുണ്ട്. തൻ്റെ പഴയ യൂണിവേഴ്സിറ്റികളിലെല്ലാം ജോലിക്കായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് പ്രൊഫസർഷിപ്പ് കൊടുക്കുകയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈഡിത്തിന് ജോലി ലഭിക്കാതിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മ്യൂൺസ്റ്ററിലുള്ള ഒരു റിസർച്ച് സെന്ററിൽ ഒരു അധ്യാപികയായിട്ട് ഈഡിത്ത് ജോലി തേടുകയാണ്. പക്ഷേ വർഷങ്ങൾ കഴിയും തോറും ഹിറ്റ്ലർ ജർമ്മനിയിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ യഹൂദർക്ക് ഒരു തരത്തിലുമുള്ള ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ വരികയാണ്. യഹൂദ വിദ്വേഷം ഹിറ്റ്ലറിൽ ആളിക്കത്തും തോറും ജർമ്മനിയിലുള്ള യഹൂദർക്ക് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു ജോലികളിലും പബ്ലിക്കായിട്ടുള്ള ഒരു ജോലികളിലും യഹൂദർ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിയമം. അതിന്റെ ഫലമായിട്ട് ഈഡിത്തിന് ഉണ്ടായിരുന്ന ജോലി കൂടി നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ ജോലിയുമില്ല, ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയത്ത് ഈഡിത്ത് വീണ്ടും തൻ്റെ ഭാവിയെ പറ്റി ചിന്തിക്കുകയാണ്. ഇനി മുന്നിലുള്ള വഴി എന്താണ്? അപ്പോഴാണ് പണ്ടത്തെ തൻ്റെ സ്വപ്നം ഈഡിത്ത് പൊടി തട്ടിയെടുക്കുന്നത്. കർമ്മല മഠത്തിൽ പ്രവേശിക്കണം. തൻ്റെ സ്പിരിച്വൽ ഫാദറോട് വീണ്ടും ചോദിക്കുകയാണ്,
ഞാൻ ഇപ്പോഴെങ്കിലും മഠത്തിൽ ചേരുന്നതിനെ കുറിച്ച് ചിന്തിക്കട്ടെ. കർമ്മല മഠത്തിൽ ചേരാനായിട്ട് എനിക്ക് അനുവാദം തരുമോ?" അപ്പൊ അദ്ദേഹം പറയും, "അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇപ്പോൾ ചേരാം. പക്ഷേ ഈഡിത്ത് പറയുകയാണ്, എൻ്റെ മുമ്പിൽ 3 തടസ്സങ്ങളുണ്ട്." എന്തൊക്കെയാണ്? ഒന്നാമത്തെ തടസ്സം എനിക്ക് 40 വയസ്സായി എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ തടസ്സം അവളൊരു യഹൂദയായിരുന്നു എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ മാമോദിസ സ്വീകരിച്ച യഹൂദയാണ്. ക്രിസ്ത്യാനിയാണെങ്കിലും ബേസിക്കലി അവളൊരു യഹൂദയായിരുന്നു. അപ്പൊ ആ ഒരു രാജ്യത്ത് മഠത്തിൽ നിന്നാൽ പോലും ചില ഭീഷണികൾ നേരിടേണ്ടി വരും എന്ന് അവൾക്ക് അറിയാമായിരുന്നു. മൂന്നാമതായിട്ട് മഠത്തിൽ ചേരുമ്പോൾ കൊടുക്കേണ്ട സ്ത്രീധനം പോലെ മഠത്തിന് കൊടുക്കേണ്ട ഒരു സംഖ്യയുണ്ട്. അത് കൊടുക്കാനായിട്ട് ഈഡിത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ തൻ്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ കൊസാക്ക് വഴി ഇദ്ദേഹം കർമ്മല മഠത്തിലെ മദറുമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ 2 ഇന്റർവ്യൂകൾക്ക് ശേഷം ഏറ്റവും ഒടുവിൽ കർമ്മല മഠത്തിലേക്ക് പ്രവേശനം ഈഡിത്ത് സ്റ്റെയിന് ലഭിക്കുകയാണ്. മഠത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുട്ടികൾ ആകെപ്പാടെ 3 കുട്ടികളാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അതില് ബാക്കി 2 പേർക്കും ഈഡിത്തിനേക്കാളും 20 വയസ്സ് കുറവായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. 20 വയസ്സ് കുറവായിട്ടുള്ള ആ നവസന്യാസാർത്ഥികളോടൊപ്പം ഒരു കുഴപ്പവുമില്ലാതെ ഈഡിത്ത് കഴിച്ചു കൂട്ടുകയാണ്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഈഡിത്ത് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയിലായാലും പ്രവർത്തനങ്ങളിലായാലും എല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ 1934 ഏപ്രിൽ 15-ാം തീയതി ഈഡിത്തിന്റെ സഭാവസ്ത്ര സ്വീകരണം നടക്കുകയാണ്. സഭാവസ്ത്ര സ്വീകരണ സമയത്ത് കർമ്മല മഠത്തിലെ ചിട്ടയനുസരിച്ച് സ്വന്തം പേര് മാറ്റണമെന്നുണ്ട്. ഒരു പുതിയ പേര്, പുതിയൊരു മനുഷ്യനെ ധരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ പേര് തിരഞ്ഞെടുക്കണമെന്നുണ്ട്. അങ്ങനെ ഈഡിത്ത് സ്റ്റെയിൻ എന്ന് പറയുന്ന നമ്മുടെ കഥാനായിക തിരഞ്ഞെടുക്കുന്ന പേര് ഇതാണ്: തെരേസ ബെനഡിക്റ്റ ഓഫ് ഹോളി ക്രോസ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുരിശിന്റെ തെരേസ ബെനഡിക്റ്റ്. അത് തെരേസ എന്ന പേര് അദ്ദേഹത്തിന്റെ പേരിൽ കൂട്ടിച്ചേർത്തതിന് കാരണം ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവചരിത്രം വായിച്ചിട്ടാണ് താൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അതിന്റെ പേരിലാണ് അമ്മ ത്രേസ്യയോടുള്ള ഒരു ആദരവ് പ്രകടമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു തെരേസ എന്ന പേര് തന്റെ പേരിൽ ചേർത്തത്. ബെനഡിക്ത എന്ന് പറയുന്ന പേര് ചേർക്കാൻ കാരണം ബെനഡിക്റ്റൻ ആ സന്യാസ ക്രമത്തോടുള്ള, അല്ലെ ബെനഡിക്റ്റൻ ആ പ്രാർത്ഥനാ ക്രമത്തോടുള്ള, ആധ്യാത്മികതയോടുള്ള ഒരു ആദരവ് പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് ബെനഡിക്ത എന്ന് പറയുന്ന പേര് തന്റെ പേരിൽ ഉൾച്ചേർത്തത്. അതോടൊപ്പം തന്നെ ഓഫ് ഹോളി ക്രോസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുരിശിന്റെ ആധ്യാത്മികത തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഈഡിത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്റെ പേരിന്റെ കൂട്ടത്തില് ഹോളി ക്രോസ് എന്നുള്ള ആ വാക്കും കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഈഡിത്ത് സ്റ്റെയിൻ. തന്റെ സഭാവസ്ത്ര സ്വീകരണത്തിന് ശേഷം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മഠത്തിലെ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു കന്യാസ്ത്രീയായിട്ട് ഈഡിത്ത് മുന്നോട്ട് പോകുന്നു. വളരെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് അവിടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യഹൂദരായിട്ടുള്ള ആളുകൾക്ക് ഒട്ടും അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ, ജർമ്മനിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ എന്ന് പറഞ്ഞാൽ യഹൂദരല്ലാത്ത എല്ലാവരും തന്നെ നാട് കടത്തപ്പെടണമെന്നുള്ള ഒരു നിയമം അവിടെ വരികയാണ്. ആ സമയത്ത് ഈഡിത്ത് തന്നെ മദറിനോട് പറയുന്നുണ്ട്, കപ്പലില് അപകടമുണ്ടായപ്പോൾ യോനയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞതുപോലെ എന്നെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് നാട് കടത്തിക്കും, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ മദർ ആദ്യം ഇത് കൂട്ടാക്കുന്നില്ല. പക്ഷെ ഇലക്ഷന്റെ സമയം വരുമ്പോൾ ഇത്തിരി കൂടി കാര്യങ്ങൾ വഷളാവുകയാണ്. എന്ന് പറഞ്ഞാൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ സമയം വരുന്ന സമയത്ത് എല്ലാവരും തന്നെ ഹിറ്റ്ലറിന് വോട്ട് ചെയ്തിരിക്കണം എന്ന് പറയുന്ന ശബ്ദ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈഡിത്ത് തന്റെ മഠത്തിലുള്ളവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരിക്കലും ഹിറ്റ്ലർ നിങ്ങൾ വോട്ട് ചെയ്യരുത്. അങ്ങനെ ഈ വോട്ടിങ്ങിന്റെ ദിവസം വന്നെത്തുന്നു, ഇലക്ഷന്റെ ദിവസം വന്നെത്തുന്നു. സാധാരണ രീതിയിൽ മെത്രാന്റെ അനുമതിയോട് കൂടിയിട്ട് സിസ്റ്റേഴ്സ് ആ പുറത്തു പോയി വോട്ട് ചെയ്യുകയാണ് പതിവ്. പക്ഷെ ആ കൊല്ലം പതിവിന് വിപരീതമായിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് മഠത്തിലേക്ക് കയറി വരികയാണ്. വോട്ടിംഗ് സാമഗ്രികളും എല്ലാം കൊണ്ട് മഠത്തിലേക്ക് കയറി വരികയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് പേര് വിളിച്ച് ഒരു വോട്ട് രേഖപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ 2 പേര് മാത്രം ഈ വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ മദറിനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് 2 പേര് വോട്ട് ചെയ്യാത്തത്? അപ്പൊ മദർ പറയും, ഒരാൾക്ക് രോഗമാണ്, രണ്ടാമത്തെ ആള് ആര്യനല്ല, അത് കാരണം അദ്ദേഹം വോട്ട് ചെയ്യുന്നില്ല. അപ്പൊ അവര് ചോദിക്കും, ഇത് ഏത് സ്ത്രീയാണ്? അപ്പൊ പറയും, ഇതൊരു യഹൂദ വനിതയാണ്. എന്ന് പറഞ്ഞാൽ യഹൂദയായിട്ടുള്ള ക്രിസ്ത്യാനിയാണ് എന്നർത്ഥം. യഹൂദ വനിതയാണെന്ന് പറയും. അപ്പോൾ ഈഡിത്ത് പറയും, ഞാൻ ഉടനെ തന്നെ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് എന്ന് പറയും. പക്ഷേ ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസ് തിരികെ പോവുകയാണ്. പെട്ടെന്ന് തന്നെ എല്ലാം അവസാനിപ്പിച്ച് തിരികെ പോവുകയാണ്.
ഈഡിത്തിന് മനസ്സിലായി രംഗം കൂടുതൽ വഷളായി കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായി. ഈഡിത്ത് വീണ്ടും മദറിനോട് പറയുന്നു. മദർ അങ്ങനെ പോളണ്ടിലുള്ള എക്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ മഠത്തിലേക്ക് ഈ ഈഡിത്തിനെ അയക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയാണ്. ആ നാളുകളിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. ഹിറ്റ്ലറിന്റെ സേന ആദ്യം പോളണ്ട് കീഴടക്കുന്നു. പിന്നീട് ഈഡിത്ത് സ്റ്റെയിന്റെ എക്റ്റ് എന്ന് പറയുന്ന മഠം ഉൾപ്പെടുന്ന ഹോളണ്ട് കീഴടക്കുന്നു. എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ സേന പിടിച്ചടക്കിയ സ്ഥലങ്ങളിലൊന്നും യഹൂദർക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. അപ്പൊ അവിടെയും ഒരു തരത്തിൽ പറഞ്ഞാൽ യഹൂദർക്ക് നേരെയുള്ള ഒരു മതമർദ്ദനം പോലെയുള്ള കാര്യങ്ങൾ നിലവിൽ വരികയാണ്. എങ്ങനെയെങ്കിലും യഹൂദരെ പിടിച്ച് ഓഷ്വിറ്റ്സിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയുള്ള തടങ്കൽ പാളയത്തിലിട്ട് കൊല്ലുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഹിറ്റ്ലറിന് മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഹിറ്റ്ലർ പോളണ്ടും ഹോളണ്ടും കീഴടക്കി എന്ന് കേട്ടപ്പോൾ ഈഡിത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് എല്ലാവരും ഈഡിത്തിനെയും അപ്പോ മഠത്തിലെത്തി ഈഡിത്തിന്റെ സഹോദരിയായിട്ടുള്ള റോസ എന്ന് പറയുന്ന സഹോദരിയെയും കൂടിയിട്ട് രണ്ടുപേർക്കും കൂടി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയാണ്. പാസ്പോർട്ടിനായിട്ടുള്ള കാര്യങ്ങളിൽ അപേക്ഷ വെക്കുമ്പോൾ ഈഡിത്ത് ഒരു യഹൂദയാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ 2-3 ആഴ്ചകൾ കഴിയുമ്പോൾ 1942 മെയ് 5-ാം തീയതി ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഇവരുടെ മഠത്തിൽ വരികയാണ്. എന്നിട്ട് ഈഡിത്തിനെയും സഹോദരിയെയും കൊണ്ടുപോകണമെന്ന് പറയുന്നു. അവരുടെ വാഹനത്തിലേറ്റി ക്യാമ്പിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നു. അപ്പൊ ഇവര് പരമാവധി പറഞ്ഞു നിൽക്കുന്നുണ്ട്, ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്, എൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ ഞങ്ങൾ ഈ രാജ്യം വിട്ടു പോകും, ഞങ്ങൾ ഉപദ്രവിക്കരുതെന്നൊക്കെ പറയുന്നു. പക്ഷേ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഇതൊന്നും കണക്കിലെടുക്കുന്നില്ല. ഇവർ രണ്ടുപേരെയും ബലമായിട്ട് പിടിച്ച് അവരുടെ വാഹനത്തിലിട്ട് ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നീട് ഈഡിത്തിനെ കുറിച്ച് കാര്യമായിട്ടുള്ള അറിവുകളൊന്നുമില്ല. പിന്നീട് ഏതോ ഒരു ദിവസം വന്ന കത്തിൽ പറയുന്ന അനുസരിച്ച് അവിടെ നിന്ന് 2 ക്യാമ്പുകളിലേക്ക് മാറി മാറി ഇവരെ കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 1942 ഓഗസ്റ്റ് 9-ാം തീയതി ഓഷ്വിറ്റ്സിലേക്കുള്ള ഒരു ട്രെയിനിൽ എല്ലാ തടവുകാരോടൊപ്പം ഇവർ രണ്ടുപേരെയും കൂടി കയറ്റി ഓഷ്വിറ്റ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. 1942 ഓഗസ്റ്റ് 9-ന് ഈ ട്രെയിൻ ഓഷ്വിറ്റ്സിലെത്തുന്നു. ഓഷ്വിറ്റ്സിലെത്തിയതിന് ശേഷം അന്ന് ഏകദേശം ഒരു 60-61 വയസ്സ് പ്രായമുണ്ട് ഈഡിത്ത് സ്റ്റെയിന്. അവിടെ എത്തുമ്പോൾ 50 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനായിട്ട് ആരോഗ്യമുള്ള എല്ലാവരെയും ആ ക്യാമ്പിലെ ഡോക്ടർ മാറ്റി നിർത്തുന്നുണ്ട്. ബാക്കിയുള്ളവരെ എല്ലാവരെയും കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് പറയും, നിങ്ങൾ കുളിച്ച് ഫ്രഷ് ആകണം, എന്നിട്ട് വേണം നമുക്ക് ജോലികൾ ആരംഭിക്കാൻ എന്ന് പറയുന്നു. അവരെ വിവസ്ത്രരാക്കിയതിന് ശേഷം കുളിമുറിയിലേക്ക് കയറ്റുന്നു. അങ്ങനെ എല്ലാവരും കുളിമുറിയിലേക്ക് കയറി കഴിയുമ്പോൾ സൈക്ലോൺ ബി ആസിഡ് എന്ന് പറയുന്ന ഒരു വാതകം ഈ കുളിമുറിയിലേക്ക് കടത്തി വിടുന്നു. എല്ലാവരും കയറി കഴിയുമ്പോൾ വാതിലടയുന്നു. വേറെ ജനലുകളോ മറ്റ് ഹോളുകളോ ഒന്നുമില്ല. അതിലേക്ക് സൈക്ലോൺ ബി ആസിഡ് എന്ന് പറയുന്ന വാതകം കടത്തി വിടുന്നു. അവരെല്ലാവരും നിമിഷ നേരം കൊണ്ട് അവരെല്ലാവരും പിടഞ്ഞു മരിക്കുന്നു. ആ കൂട്ടത്തിൽ 1942 ഓഗസ്റ്റ് 9-ാം തീയതി അവിടെ കൊല്ലപ്പെട്ട യഹൂദരുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനിയായി വിശുദ്ധയായി ജീവിതം നയിച്ച വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിനും ഉണ്ടായിരുന്നു. 4 വർഷം കൊണ്ട് 6 ലക്ഷത്തിലധികം പേരെ കൊന്നൊടുക്കിയ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഒരു ഇരയായിട്ട്, ക്രിസ്ത്യൻ ഇരയായിട്ട് ഈഡിത്ത് സ്റ്റെയിൻ മാറുകയായിരുന്നു. സ്നേഹമുള്ളവരെ, ഈഡിത്ത് സ്റ്റെയിന്റെ ജീവിതം വായിച്ചു കഴിയുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ആ വിവരണം കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും, എന്താണ് ഈ സ്ത്രീ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളത്? ആകെ 60 വയസ്സ് വരെ ജീവിച്ചു. അതിൽ 40 വർഷം യഹൂദയായിരുന്നു. അവസാനത്തെ ഒരു 20 വർഷം മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു. പക്ഷേ നമുക്കറിയാം, 100 വർഷം ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച ഒരാൾ പോലും ചെയ്യാത്ത പല കാര്യങ്ങളും ഈഡിത്ത് സ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സഭ വെറുതെ ഒരാളെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കില്ലെന്നറിയാം. വെറുതെ കിട്ടുന്ന ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരാള് മാമോദിസ മുങ്ങി എന്നാൽ പിന്നെ അവളെ പിടിച്ച് വിശുദ്ധയാക്കാം എന്നുള്ളൊരു നടപടി സഭ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് നമുക്കറിയാം. വിജ്ഞാനമുള്ളവരിൽ നിന്നും വിശുദ്ധ ജീവിതം നയിച്ചവരെ സഭ തെരഞ്ഞെടുത്ത് സഭ വിശുദ്ധയാക്കിയതാണ് ഈ വിശുദ്ധരെ എല്ലാം. അവരോടൊപ്പം സഭയിലെ ഒരുപാട് വിജ്ഞാനികളായിട്ടുള്ള വിശുദ്ധരോടൊപ്പം ഇന്ന് വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിനും വണങ്ങപ്പെടുന്നു. 1998 ഒക്ടോബർ 11-ാം തീയതി വിശുദ്ധനായിട്ടുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈഡിത്ത് സ്റ്റെയിനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അറിവ് കൂടുന്തോറും ദൈവത്തിൽ നിന്നുള്ള അകലം കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, അറിവ് കൂടുന്തോറും ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, അറിവിൻ്റെ ഉന്നതയിലെത്തിയപ്പോഴും
ലോകമറിയപ്പെടുന്ന ഒരു ബുദ്ധിജീവിയായി മാറിയപ്പോഴും അതെല്ലാം വേണ്ട എന്ന് വെച്ച് തമ്പുരാന്റെ പിന്നാലെ പോകാൻ സ്വയം വഴി തെരഞ്ഞെടുത്ത ഈഡിത്ത് സ്റ്റെയിൻ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.